Hi guys, welcome back. നമ്മളൊക്കെ ഫ്ലിപ്പർ സീറോയുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഫ്ലിപ്പർ സീറോ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ESP32 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ഒരു കൺട്രോളറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഹാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ TXRX പിൻസ് ഉണ്ട്, GPIO പിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺട്രോളറായിട്ട് കണക്ട് ചെയ്തിട്ട് സെൻസേഴ്സായിട്ടൊക്കെ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന മൊഡ്യൂൾസൊക്കെ ആയിട്ട് നമുക്കിത് കണക്ട് ചെയ്തിട്ട് നമുക്കിതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി ഹൈ എൻഡ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുകൂടാതെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷനുള്ള ഒരു ഐറ്റമാണിത്. ഇൻബിൽട്ട് ബാറ്ററി ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്കിതിനകത്ത് പെരിഫറൽ ഡിവൈസുകളായിട്ട് നമുക്ക് ആൻറ്റിനാസ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വേരിയസ് സെൻസേഴ്സ്, അതുപോലെ തന്നെ ഷീൽഡുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ RFID പരിപാടികളൊക്കെ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ബേസിക്കലി വേണ്ട എല്ലാ ഇൻബിൽട്ട് ടാസ്കുകളും ചെയ്യാനുള്ള സെൻസറുകളും അതുപോലെ തന്നെ അതിൻ്റെ ഷീൽഡുകളൊക്കെ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബേസിക് ആയിട്ടുള്ള വൈഫൈ ഹാക്കിംഗ്, പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് iOS ഡിവൈസുകളൊക്കെ നമുക്ക് സ്പാം ചെയ്യാനും ബേസിക് ആയിട്ടുള്ള ഹാക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിത് ആൻഡ്രോയിഡ് ഡിവൈസിൽ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റിൻ്റെ പെയറിംഗ് റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസ് ആക്സസ് കിട്ടും. Type-C ആണ് ഇതിനകത്ത് കണക്ടർ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് M5 Stick C Pulse 2 എന്നാണ്. 5 വോൾട്ടും 3.3 വോൾട്ടും ഔട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ESP32 ബേസ്ഡ് ഡിവൈസുകൾക്കൊക്കെ 3.3 ഔട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിൽ 5 വോൾട്ട് ഔട്ടും വരുന്നുണ്ട്. ഇൻബിൽറ്റ് ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് 3 സ്വിച്ചുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. GPIO പിൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യും.